കാലതോറും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗ്രേസ്യാമ്മയും മാമച്ചനും രേവതിക്കുട്ടിയും കൂടിയിട്ട് അലീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. പാലായിലേക്ക് അവർ വരുന്ന വഴി ജോബിച്ചനെ വിളിച്ച് മധുസൂദനൻ നായർ എന്ന് പറയുന്ന DYSPയെ കാണാനായിട്ട് അനുവാദമൊക്കെ ഒപ്പിക്കുന്നുണ്ട്. അതായത് ജോബിച്ചൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ഈ കക്ഷി. അങ്ങനെ ഗ്രേസ്യാമ്മയും സംഘവും നേരെ ജോബിച്ചൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറാണ്. അവിടെ എത്തുന്ന സമയത്ത് അവർക്ക് മധുസൂദനൻ നായരെ പെട്ടെന്ന് തന്നെ ഒന്ന് കാണണമെന്ന് പറയും. ജോബിച്ചൻ്റെ വൈഫാണെങ്കിൽ മധുസൂദനെ വിളിച്ചിട്ട് കാര്യം പറയുന്നുണ്ട്. ജോബിച്ചനും അവൻ്റെ കുറച്ച് കസിൻസും അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ശരി അവർ വരട്ടെ, ഞാൻ നോക്കാമെന്ന് പറയും. പക്ഷേ എനിക്കിതിൽ അത്ര വലിയ ഇടപാടൊന്നും നടത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കേസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതാണ്. സംഗതി ഇത്തിരി കടുപ്പമുള്ള കേസാണ്, അയാൾ പറയുകയും ഫോൺ വെക്കുകയും ചെയ്തു. ഇതേ സമയത്ത് തന്നെ ജോബിച്ചനും ഗ്രേസ്യാമ്മയും സംഘവും മധുസൂദനൻ നായരെ കാണാൻ ചെന്നു. ആ സമയത്ത് അവിടെ മധുസൂദനൻ്റെ കൂടെ അയാളുടെ ഒരു സുഹൃത്തു കൂടി ഉണ്ടായിരുന്നു. അവരെയൊക്കെ അകത്തേക്ക് വരാൻ മധുസൂദനൻ പറയുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ജോബിച്ചനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഒരുമാതിരി മുരടൻ സ്വഭാവമാണ് പുള്ളിക്ക്. മകൾ വിളിച്ചു പറഞ്ഞതുകൊണ്ട് മാത്രം എല്ലാവരോടും കയറിയിരിക്കാൻ പറഞ്ഞു. മാമച്ചായൻ കാര്യങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ ആരാണെന്ന് മാമച്ചനോട് ചോദിക്കുമ്പോൾ, ഞാൻ ആ കുട്ടിയുടെ ആരുമല്ല, ഇവളുടെ ചേച്ചിയാണ്. അതായത് ഇവളും ആ കുട്ടിയും കൂടി ഒരുമിച്ച് ഓർഫനേജിൽ വളർന്നതാണെന്ന് പറയും. എന്താണ് സംഭവം, എന്തിനാണ് ആ പെൺകുട്ടിയെ പോലീസ് പിടിച്ചതെന്ന് ചോദിക്കുമ്പോൾ, ചോദ്യം ചെയ്യാനാണെന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. ഇതുവരെ അവർ പോലീസുകാർ ആ കുട്ടിയെ വിട്ടയച്ചിട്ടില്ല എന്ന് അവർ സങ്കടത്തോടെ പറഞ്ഞു. അതിനെന്താ ഇപ്പം രാത്രിയിൽ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ചോദ്യം ചെയ്യൽ കഴിഞ്ഞത് നേരത്തെ വിടേണ്ടതാണല്ലോ എന്ന് മധുസൂദനൻ പറഞ്ഞു. കൂടെ ഇരിക്കുന്ന ആൾ താൻ തിരക്കാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അല്ല താൻ അവിടെ ഇരിക്കുക എന്ന് മധുസൂദനൻ അയാളോട് പറയാൻ. മാമച്ചായൻ അയാളെ ഇങ്ങനെ നോക്കിയിട്ട് എവിടെയോ കണ്ടിട്ട് നല്ല മുഖപരിചയമുണ്ട് എന്ന് പറയും. പക്ഷേ അയാൾ പറയുന്നത് കണ്ടു കാണില്ല എന്നാണ്. ഞാൻ ഇവിടെയുള്ള ആളല്ല എന്നൊക്കെ പറയും. ഇതെൻ്റെ ഫ്രണ്ടാണ്, പേര് സ്റ്റാൻലി. ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നു എന്ന് മധുസൂദനൻ പരിചയപ്പെടുത്തി. സ്റ്റാൻലി എന്ന പേര് കേട്ടപ്പോൾ മാമച്ചായൻ്റെ ഉള്ളിൽ എന്തോ ഒരു കണക്ഷൻ തോന്നി. പക്ഷേ അത് കൃത്യമായി ഓർത്തെടുക്കാനൊന്നും കഴിഞ്ഞില്ല. രേവതിക്കുട്ടിക്കും അറിയാലോ ഈ സ്റ്റാൻലി എന്ന് പറയുന്നത് ഷെറിൻ്റെ ചേട്ടനാണോ അതോ അലീനയുടെ അച്ഛനാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. എനിക്ക് എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ട്, ഒരു ഫേസ് കട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് മാമച്ചായൻ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. പിന്നെ രേവതിക്കുട്ടി ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനാഥാലയത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്ത കുട്ടിയാണെന്ന് അവർ മധുസൂദനനോട് പറഞ്ഞു. മധുസൂദനൻ മാമച്ചായൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ തിരക്കി. എനിക്കും ഒരു മകനും മകളും ഉണ്ടായിരുന്നു. മകൾ UK-യിൽ കന്യാസ്ത്രീയാണ്. മകൻ മരിച്ചുപോയി. അതിനുശേഷം ഒറ്റപ്പെട്ട ലൈഫാണ്. ഞാനും ഒരു പട്ടാളക്കാരനായിരുന്നു എന്ന് മാമച്ചായൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ സ്റ്റാൻലിക്ക് വലിയ താല്പര്യമായി. താൻ ഡൽഹിയിലും ആഗ്രയിലുമൊക്കെ ആയിരുന്നു ജോലി ചെയ്തത് എന്ന് പറയുമ്പോൾ രേവതിക്കുട്ടി ശരിക്കും അങ്ങ് ഞെട്ടി. അതെ, ഇത് അലീന ചേച്ചിയുടെ അച്ഛൻ തന്നെ. അലീന ചേച്ചിയുടെ അച്ഛനും വൈജയന്തിയിലുമൊക്കെ അവിടെ വെച്ചല്ലേ പരിചയപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അതൊന്നും ചോദിക്കാനുള്ള സമയം ഇതല്ല എന്ന് രേവതിക്കുട്ടിക്കറിയാം. ഏതായാലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നോക്കാം. കുട്ടി ഇതുവരെ ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് മധുസൂദനൻ പറഞ്ഞു. ഇല്ല സാർ, ഇറങ്ങിയിട്ടില്ല എന്ന് രേവതിക്കുട്ടി ഉറപ്പിച്ചു പറയാണ്. സ്റ്റാൻലിയെ കൂട്ടി മധുസൂദനെ നേരെ സ്റ്റേഷനിലേക്ക് കൂടെ കൂട്ടി. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി രേവതിക്കുട്ടി അയാളെ സംശയം മാമച്ചായനോട് ചോദിച്ചു. ആ സർ ആഗ്രയിലൊക്കെ ആയിരുന്നു എന്നല്ലേ പറഞ്ഞത്? അലീന ചേച്ചിയുടെ അച്ഛനും അവിടെ വെച്ചല്ലേ വൈജയന്തി മേഡത്തെ കണ്ടത്? മാമച്ചായൻ പറയുന്നത് നിന്റെ ബുദ്ധി ഇങ്ങനെ പായിക്കല്ലേ എന്നാണ്. അയാൾക്ക് വേറെ കുടുംബവും കുട്ടികളൊക്കെയുള്ള ഒരു ഗൃഹനാഥനാണ് അയാൾ. പക്ഷേ രേവതിക്കുട്ടിക്ക് വീണ്ടും എന്തോ ഒരു കണക്ഷൻ തോന്നി. സ്റ്റേഷനിൽ ചെന്നിട്ട് വെറുതെ ഓരോന്ന് പറഞ്ഞ് ഒപ്പിക്കരുത് എന്ന് മാമച്ചായൻ അവളെ ഉപദേശിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയപ്പോൾ രാത്രി നന്നായി ഇരുട്ടിയിട്ടുണ്ട്. CI അലീനെ മുകളിലെ മുറിയിലേക്ക് ഒളിപ്പിച്ചിരിക്കുകയാണ്. താഴെ നിൽക്കുന്ന വനിതാ പോലീസ് ആകെ വെപ്രാളത്തിലായിരിക്കും. മുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ അവരാകെ ടെൻഷനിലായിരിക്കും. സെല്ലിനകത്ത് ഹരിയും രോഹിതും തമ്മിൽ നല്ല തർക്കത്തിലാണ്. അലീനെ CI മുകളിലേക്ക് വിളിപ്പിച്ച് നന്നായി തന്നെ പെരുമാറുന്നുണ്ടായിരുന്നു. ഹരി കളിയാക്കുമ്പോൾ രോഹിത് അവനെ ശകാരിച്ചു. മുകളിൽ CI അലീനെ വട്ടമിട്ട് നടക്കുകയാണ്. താൻ പറയുന്നത് പോലെ നിന്ന് കഴിഞ്ഞാൽ കേസിൽ നിന്ന് ഒഴിവാക്കി തരാം, വീട്ടിൽ വിടാമെന്ന് അയാൾ മോശമായി അലീനയോട് പറയുന്നുണ്ട്. എന്നാൽ അലീന ധൈര്യത്തോടെ തന്നെ അയാൾക്ക് മറുപടി നൽകി. പോലീസ് യൂണിഫോം ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ അതോ ജനങ്ങളെ ഇങ്ങനെ ക്രൂരമായിട്ട് ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അയാൾ ചോദിച്ചു. CI അലീനയെ വീണ്ടും മോശക്കാരിയായി സംസാരിക്കുകയും പ്രധാന പ്രതിയാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തന്നെ വീട്ടിലുള്ളവർക്ക് അറിയാമെന്നും തൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്നും അലീന ഉറപ്പിച്ചു പറയുന്നുണ്ട്. സാർ എന്ത് നുണക്കഥയുണ്ടാക്കിയാലും സത്യം ജയിക്കുമെന്ന് അവൾ വിളിച്ചു പറഞ്ഞു. ഈ സമയത്താണ് മധുസൂദനനും സംഘവും അങ്ങോട്ടേക്ക് എത്തുന്നത്. DYSP വന്നത് കണ്ട് താഴെയുള്ള പോലീസുകാർക്ക് ആകെ പരിഭ്രമമായി. അലീന എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. വനിതാ പോലീസ് ഇല്ലാതെ എന്തിനാണ് CI ആ പെൺകുട്ടിയെ മുകളിൽ നിർത്തിയിരിക്കുന്നത് എന്ന് മധുസൂദനൻ അങ്ങ് ഗർജിത്. സ്റ്റാൻലിക്കും അത് കേട്ടപ്പോൾ അങ്ങ് ദേഷ്യം വന്നു.
മുകളിൽ കയറി ചെന്ന മധുസൂദനൻ കാണുന്നത് സിഐ അലീനയോട് മോശമായി തന്നെ പെരുമാറുന്നതാണ്. മധുസൂദനൻ അയാളെ നന്നായിട്ടങ്ങ് ശകാരിച്ചു. അലീന ഓടി വന്ന് രേവതിക്കുട്ടിയെയും ഗ്രേസ്യാമ്മയെയും കണ്ണീരോടുകൂടെ കെട്ടിപ്പിടിച്ചു. ആ സമയം സ്റ്റാൻലി അലീനയെ ഇന്ന് ശ്രദ്ധിച്ചു നോക്കി നിൽക്കുകയാണ്. അലീനക്കും ആ മനുഷ്യനെ കണ്ടപ്പോൾ എന്തോ ഒരു പോസിറ്റീവ് എനർജി പോലെ തോന്നി. അച്ഛനും മകളുമാണെന്ന് അറിയില്ലെങ്കിലും അവർക്കിടയിൽ ഒരു പ്രത്യേക ആകർഷണം തന്നെ ഉണ്ടായിരുന്നു. പോലീസുകാർക്ക് ലാത്തി നൽകിയത് പെൺകുട്ടികളെ അപമാനിക്കാനാണോ എന്ന് അലീന ചോദിച്ചത് കേട്ടപ്പോൾ സ്റ്റാൻലിക്കത് സഹിച്ചില്ല. സിഐക്കെതിരെ പരാതി നൽകണമെന്ന് സ്റ്റാൻലിയോട് അലീന പറഞ്ഞു. അലീനയെ രക്ഷിച്ചുകൊണ്ട് തന്നെ അവർ വീട്ടിലേക്ക് തിരിച്ചു. വഴിയിൽ വെച്ച് ആ കുട്ടിയെ കണ്ട് നല്ല പരിചയമുണ്ട് എന്ന് സ്റ്റാൻലി പറയുന്നുണ്ടായിരുന്നു. സ്റ്റാൻലി ഓർക്കുന്നുണ്ടായിരുന്നു, തനിക്ക് ആ കുട്ടിയെ കണ്ടിട്ട് നല്ല പരിചയമുണ്ട് എന്ന് സ്റ്റാൻലി അത് മധുസൂദനനോടും പറഞ്ഞു. വീട്ടിലേക്ക് തിരിച്ചെത്തിയ അലീന മനുവിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. രേവതിക്കുട്ടിയും കൃഷ്ണമോളും അലീനയുടെ കൂടെ ആ രാത്രി അവിടെ തന്നെ നിന്നു. സ്റ്റാൻലി എന്ന് പറയുന്ന ആ ആള് പട്ടാളത്തിൽ ഡൽഹിയിലും ആഗ്രയിലുമായിരുന്നു എന്ന കാര്യം രേവതിക്കുട്ടി അലീനയോട് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും അങ്ങ് അത്ഭുതപ്പെട്ടു. മനുവേട്ടൻ വരട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നൊക്കെ പറയാണ് അലീന. മധുസൂദനൻ നായരുടെ വീട്ടിൽ അന്ന് രാത്രി ഉറക്കം പോലും വരാതെ സ്റ്റാൻലി ബാൽക്കണിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അലീനയുടെ ആ കണ്ണുകൾ അയാളെ വല്ലാതെ അലട്ടുന്നുണ്ട്. പണ്ട് ആഗ്രയിലെ മഞ്ഞ് വീണ പ്രഭാതത്തിൽ താൻ കണ്ട വൈജയന്തിയുടെ അതേ കണ്ണുകൾ. ഇല്ല, അത് വെറും ഒരു തോന്നലാവില്ല. അയാൾ സ്വയം ഇങ്ങനെ മന്ത്രിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ മധുസൂദനനോട് പറഞ്ഞു, മധു, എനിക്ക് ആ കുട്ടിയെ ഒന്നുകൂടി കാണണം. ആ ഓർഫണേജിൻ്റെ വിവരങ്ങളും ആ കുട്ടിയുടെ പശ്ചാത്തലവും എനിക്കൊന്ന് അറിയണം. മധുസൂദനൻ ആദ്യമൊന്ന് കളിയാക്കിയെങ്കിലും സ്റ്റാൻലിയുടെ മുഖത്തെ ആ ഒരു ഗൗരവം കണ്ട് സഹായിക്കാമെന്ന് അയാൾ ഏറ്റു. ഇതേ സമയം കടപ്പാട്ടൂർ വീട്ടിൽ മനു എത്തിയതോടുകൂടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചൂട് പിടിച്ചു. അലീന അനുഭവിച്ച അപമാനത്തിന് ആ സിഐയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മനു ഉറപ്പിച്ചു. പക്ഷേ അലീനയുടെ മനസ്സ് മുഴുവൻ സ്റ്റേഷനിൽ കണ്ട ആ ഒരു അപരിചിതനായ സ്റ്റാൻലി എന്ന ആളെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ രേവതിക്കുട്ടി, ആ സാർ എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കെന്തോ ഒരു സമാധാനം തോന്നി. എനിക്കൊരു അച്ഛൻ്റെ തണൽ കിട്ടിയതുപോലെ തോന്നിയെന്ന അലീന തൻ്റെ ഉള്ളിലെ വികാരം രേവതിക്കുട്ടിയോട് പങ്കുവച്ചു. പിന്നീടുള്ള ദിവസങ്ങളിൽ സ്റ്റാൻലി സ്വന്തം നിലയിൽ അന്വേഷണം നടത്തി. അലീന വളർന്ന ഓർഫണേജിലെ പഴയ രജിസ്റ്ററുകൾ പരിശോധിച്ചപ്പോൾ വൈജയന്തിയുടെ പേര് അവിടെ കണ്ടു. തൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെ വിട്ടുപോയതിനു ശേഷം ജനിച്ച മകളാണ് അലീന എന്ന് അയാൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സത്യം മനസ്സിലാക്കിയതോടുകൂടി തന്നെ സ്റ്റാൻലിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. താൻ അവിടെ വെച്ച് കണ്ട അലീന എന്ന പെൺകുട്ടി തൻ്റെ സ്വന്തം രക്തമാണ് എന്ന കാര്യം സ്റ്റാൻലി തിരിച്ചറിഞ്ഞു. അങ്ങനെ അയാൾ നേരെ കടപ്പാട്ടൂർ വീട്ടിലേക്ക് തിരിച്ചു. വീടിൻ്റെ ഉമ്മറത്ത് നിൽക്കുന്ന അലീനയെ കണ്ടപ്പോൾ സ്റ്റാൻലിക്ക് പിന്നെ വാക്കുകളൊന്നും പറയാൻ കിട്ടുന്നില്ല. അയാൾ വിറക്കുന്ന ശബ്ദത്തോടെ വിളിച്ചു, മോളെ അലീനെ. അലീന അത്ഭുതത്തോടുകൂടെ അയാളെ നോക്കി. കൂടെ ഉണ്ടായിരിക്കുന്ന മാമച്ചനും മനുവും ആകെ അമ്പരന്നു. സ്റ്റാൻലി തൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയൊരു ഫോട്ടോ അലീനയ്ക്ക് നേരെ നീട്ടി. അത് വൈജയന്തിയുടെയും സ്റ്റാൻലിയുടെയും ഒന്നിച്ചുള്ള പഴയ ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ കണ്ടതോടുകൂടെ തന്നെ അലീന ആകെ തകർന്നു പോയി. അലീനയുടെ മനസ്സിലും ഇതേ സംശയം തന്നെയായിരുന്നു. തൻ്റെ അച്ഛൻ ആ ഒരു ബന്ധം ഒന്നുകൂടെ ഊട്ടി ഉറപ്പുകയായിരുന്നു. വർഷങ്ങളായി താൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ സത്യം ഇതാ ഇപ്പോൾ നേരിൽ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അച്ഛൻ എന്ന ആ ഒരൊറ്റ വിളിയിൽ അവളുടെ എല്ലാവിധ സങ്കടങ്ങളും അണപൊട്ടിയൊഴുകി. സ്റ്റാൻലി അവളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൾ. ചുറ്റും നിന്നവരുടെ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈ വൈകാരിക നിമിഷത്തിൽ അവരെല്ലാം തന്നെ ഈറനന്യ കണ്ണുകളോടെങ്ങനെ നോക്കി നിന്നു. അലീനയ്ക്ക് തൻ്റെ അമ്മയാരാണെന്ന് തിരിച്ചറിഞ്ഞ അതിലേറെ സന്തോഷമായിരിക്കട്ടോ സ്വന്തം അച്ഛൻ തന്നെ അംഗീകാരത്തോടുകൂടെ തന്നെ തിരിച്ചറിയുന്നത് കണ്ടപ്പോൾ. അങ്ങനെ അലീനയെ തകർക്കാൻ നോക്കിയ ശത്രുക്കൾക്കും ആ അഴിമതിക്കാരനായ SIക്കുമെതിരെ ഒരു മുൻ പട്ടാളക്കാരൻ്റെ കരുത്തോടു കൂടെ തന്നെ സ്റ്റാൻലി നിലകൊണ്ടു. തൻ്റെ മകളെ ഇനി ആരും തൊടില്ലെന്ന് അയാൾ ഉറപ്പിച്ചു പറഞ്ഞു. അലീനയ്ക്ക് തൻ്റെ അച്ഛൻ സ്റ്റാൻലിയെയും സ്റ്റാൻലിക്ക് തൻ്റെ നഷ്ടപ്പെട്ടു പോയ മകളെയും ആ ഒരു ജീവിതം തിരിച്ചു കിട്ടുന്ന ആ ഒരു അടിപൊളി നിമിഷമായിരുന്നു കേട്ടോ അത്. മഴ തോരും മുൻപേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് അടിപൊളിയായിട്ടുള്ള ക്ലൈമാക്സ് രംഗങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം.